പക്ഷെ ഒരു പ്രശ്നം പറ്റി. എന്താന്ന് വെച്ചാ വണ്ടി താക്കോലുണ്ട്, അവിടെയും ഇല്ല, അതാണ്ട് ഇവിടെയും ഇല്ല. വണ്ടി താക്കോലാണ്ട് ഇതിനകത്തായിപ്പോയി. ശസാമണ്ണൻ ചുമ്മയാണായാലും പിടിച്ചോണ്ടിരിക്കണേന്ന്. നിങ്ങളെ പരിപാടി ഉള്ള അയ്യോ ഫാൻ അടക്കണം. ഹലോ, ഞാൻ ശ്രവൺ. ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. വീണ്ടും വന്നിട്ടുണ്ടെന്ന് എന്തൊക്കെയാണെന്ന് പറയണത്. ഞാൻ കഴിഞ്ഞ ഡിസംബർ 31 ഇട്ടതിന് ശേഷം ഞാൻ ഇന്നാണ് വീഡിയോ കൊണ്ട് പറഞ്ഞത്. ഞാൻ ഇന്ന് വേറെ പ്രത്യേകിച്ച സംഭവമല്ല. എൻ്റെ പല്ലിളക്കാൻ പോകുന്നുണ്ട്. പല്ല് കമ്പി ഇളക്കാൻ പോകുന്നുണ്ട്. അത് പിന്നെ ഒരു വ്ളോഗുമായിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല, ഇതിൻ്റെ ഇടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു. എന്തായാലും ഞാൻ പല്ലിളക്കണ ആശുപത്രിയിലോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് ഇതിന് മുമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും പല്ലിളക്കണ ആശുപത്രിയിലോട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വാ. അപ്പോഴത്തേക്കും ഞാൻ പല്ലിളക്കണ ആശുപത്രിയിൽ അവിടെ നിൽക്കുക. പല്ലിളക്കണമല്ല, പല്ല് ശരിയാക്കണ ആശുപത്രി, ഡെൻ്റൽ ഹോസ്പിറ്റലിൽ അവിടെ നിൽക്കുക. അപ്പോൾ ഓക്കെ, പോയി കണ്ടിട്ട് വാ. അപ്പോൾ നമ്മളിന്ന് പോണത് അങ്ങോട്ടല്ലേ പറഞ്ഞോളില്ലേ, നമ്മൾ എന്നും ഫോണ് പിടിച്ചു വെച്ചോണ്ട് ഒരു എന്റർടൈൻമെന്റ് പർപ്പസ്. ഈ ഫോണ് പിടിച്ചു വെച്ച കാര്യം ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞുതരാം. കഥയെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും കാലം എക്സാം ആയിരുന്നു. ഞാൻ ഇത്രയും കാലവും ഞാൻ എന്തോന്ന് ഇവിടെ വ്ളോഗ് കൊണ്ട് വരാതിരുന്നത് എക്സാം ആയതുകൊണ്ട് ഫോൺ പിടിച്ചു വെച്ചിരുന്നു. അത് നമ്മളെ കിടിലം കോളേജായിട്ട് നമ്മൾക്ക് ഫോൺ പിടിച്ചു വെച്ചിരുന്നു. പിന്നെ കോളേജെ പറ്റിയൊന്നും പറയാനില്ല, കിടിലം കോളേജായിട്ട് ഫോൺ പിടിച്ചു വെച്ചിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ, ഇന്നലെ കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇന്ന് ഡേറ്റ് എത്രടാ കാണിച്ചിടും. ഇവിടെ 24 ജനുവരി 24 നമുക്ക് 3-ാം തീയതി ഫോൺ വാങ്ങിച്ചു വെച്ചിട്ട് 24-ാം തീയതി കിട്ടി. 24-ാം തീയതി കിട്ടിയെന്ന് വെച്ചാൽ കുറച്ച് 20 ദിവസം പിടിച്ചു വെച്ചിരുന്നു. സത്യം നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാൽ നല്ലപോലെ പഠിച്ച്. സാധാരണ ഒന്നും പഠിക്കാത്ത നമ്മൾ കുറേ പഠിച്ച് എന്നുവെച്ചാൽ എക്സാമിന് വേണ്ടി പഠിച്ച്. എന്നിട്ട് പിന്നീട് നമുക്ക് സത്യം എന്തെല്ലാം കാര്യങ്ങൾ എന്നുവെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ ഫോൺ കയ്യിലുള്ളെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങൂല. കിടക്കണ ബെഡിൽ നിന്ന് എണീറ്റ് നമ്മളെ ഫ്രണ്ട്സിനെ പോലും കാണാൻ പോലും നമ്മളെ ഹോസ്റ്റലിലാണെങ്കിൽ. ഇതിപ്പോൾ പിന്നെ നമുക്ക് ഫോണില്ല, ഒരു പരിപാടി ചെയ്യില്ല. പിന്നെ നമ്മൾ പഠിക്കണം, അതുകൊണ്ടാണ് പഠിക്കണം. പിന്നെ സ്ട്രെസ്സ് കളയാൻ വേണ്ടി പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം കാണിക്കാനാണ് ഇപ്പോൾ നിങ്ങളെ പോകണം. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. അടി കിട്ടിയില്ലെങ്കിൽ എന്താ അടി കിട്ടണം ചാൻസ്? ഇവിടെ എന്തോ ഒരു പരിപാടിയൊക്കെ കാരണം സിറ്റുവേഷൻ വേസ്റ്റ് ആണ്. എന്തൊരു ഞാൻ അറിഞ്ഞില്ലേ? അതെന്ന് വെച്ചാൽ മറ്റേ ഒരു എന്താണ് നമ്മളെ മറ്റേ അതാണ് ആ വിഷയത്തിന്റെ പേരാണ്. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ വരണവരെയും പോണവരെയൊക്കെ ചിലപ്പം കളറിലൊക്കെ അടിച്ച് നിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, ചുമ്മാ ഇന്നലെ ഒരു മാമ അവിടെ ബിവറേജ് കുപ്പി എന്തോ വാങ്ങിച്ചോണ്ട് എന്തോ കുപ്പി എന്തോ വാങ്ങിച്ചോണ്ട് വന്ന് കുറച്ച് ഒരു വളഞ്ഞ് അങ്ങേരെ കൈകാര്യം ചെയ്യണ കണ്ടു. ഇന്നലെ രാത്രി നമ്മൾ അവിടെ നിന്ന് ഓടി. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇനി നമ്മളങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. നമ്മളെ സ്ട്രെസ്സ് കളയാൻ വേണ്ടി നമ്മൾ പോണതാണ്. നല്ല കിടിലം വണ്ടികൾ പറഞ്ഞ സ്ഥലമാണ്. അത്രയും മാത്രം പറഞ്ഞാൽ അതിനെ കാണിച്ചു തരുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ ഓക്കെ, അങ്ങോട്ട് പോയിട്ട് വരാം. ഞാൻ എത്തിയില്ല, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു തരാം. ഈ ഒരു വ്ളോഗറായിരുന്ന ഒരാൾ ടെക് റിവ്യൂവർ ആയാലുള്ള അവസ്ഥ കാണിച്ചു തരുന്നു. അതും ഒറ്റ ഒരൊറ്റ തമ്നെയില്ല അവന് 1K അടിച്ച്. 1K എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര വലിയ കാര്യമാണ്. നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർക്ക് അതൊക്കെ എന്ത് പുല്ലാ പോലെ. പക്ഷേ നമുക്കത് ഭയങ്കര കാര്യമാണ്. അതുമല്ല, ഇവൻ നീ പറഞ്ഞോളിയാ, നീ ശസാമിന്റെ ഇല്ല ഞാൻ നീ പഠിക്കൂല. നമ്മൾ തെറിയൊന്നും വിളിച്ചിട്ടില്ലല്ലോ. ഡിൽറ്റോ നീ പറഞ്ഞു, ഡിൽറ്റോ നീ വേറൊന്നും പറഞ്ഞില്ലേ? അപ്പൊ ഓക്കെ, എന്തോന്ന് അങ്ങനെ ഡിൽറ്റോ മീൻസ് വേറൊന്നുമില്ല, വേറെ സാധനമുണ്ട്. അപ്പം എന്തോന്ന് ഇവൻ കാണിച്ചത് ശസാമിനെ കുറിച്ച് കോപ്പിയല്ല, ഇൻസ്പയർ ചെയ്തിട്ട് ഇൻസ്പയർഡ് ബൈ ആ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പോയി കണ്ടോ. കാണണ്ടേ ഇടയിൽ കഷ്ടപ്പെട്ട് കാണിച്ചു, കഷ്ടപ്പെട്ടുണ്ടാക്കി. ഈ പറഞ്ഞ കണക്ക് ഇത് നമ്മൾ ഫോണ് പിടിച്ചു വെച്ച സമയത്താണ് എടുത്തത്. പ്രീ റെക്കോർഡഡ് ആയിരുന്നു. ഇത് കാണുന്ന ടീച്ചേഴ്സിന്റെ എന്ന് വെച്ചാൽ മുമ്പേ നമ്മളെ ഫോണ് പിടിച്ചു വെക്കണതിന് മുമ്പേ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. പിന്നെ ആകെ ഉള്ള ടാസ്ക് എന്ന് വെച്ചാൽ 1/2 മണിക്കൂർ നമുക്ക് ഫോൺ വരുള്ളൂ. ആ 1/2 മണിക്കൂർ കൊണ്ട് അപ്ലോഡ് ചെയ്ത് പല തെണ്ടികളെയും കാല് പിടിച്ച് നെറ്റ് ഓണാക്കി അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. ഞാൻ പ്രതീക്ഷിച്ചു, ആ വിചാരിച്ച ആ ഊക്കാനുള്ള 100%
എന്തരപ്പീ ആ ഒരു സെറ്റപ്പിലാണ് സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ തനി നാടനായിട്ട് നമ്മളെ തിരുവനന്തപുരം സ്ലാങ്ങിൽ തന്നെ സംസാരിച്ചു. എനിക്ക് തന്നെ സത്യം സീരിയസ് ആയിട്ട് എനിക്ക് തന്നെ അത് കണ്ടപ്പോൾ ഭയങ്കര രീതിയിൽ ക്രിഞ്ച് അടിച്ച്. പക്ഷേ ആൾക്കാരത് കാണുന്നുണ്ട്. ഒരു വള്ളി കിട്ടിയ അതിൽ പിടിച്ച് കറിക്കണം. ശസാമണ്ണൻ ചുമ്മാ പിടിച്ചോണ്ടിരിക്കണെന്ന്. നിങ്ങളെ പരിപാടി കോമ്പറ്റീറ്റർ വന്നിട്ടുണ്ട്. പിടിച്ചോ എന്നാണെങ്കിൽ പിടിച്ചു വെച്ചോ. നുളയിലെ മുള്ളിയാ നിങ്ങൾക്ക് രക്ഷപ്പെടാം. കൊടുത്ത് സ്വന്തമായിട്ട് റോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഓക്കെ, ഇനി ഞാൻ അത് കാണിച്ചു തരാം. നിന്റെ അടുത്ത സാധനം പറഞ്ഞു കൊടുക്കട്ടെ. എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവന്റെ ചാനലിൽ വരും. ആപ്പിളിനെ പറ്റിയാണ്. ഓക്കെ ഓക്കെ, എന്തോന്ന് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവന്റെ ചാനൽ കൊടുത്തേക്ക്. നിങ്ങൾ കണ്ടാക്കി. എനിക്ക് ഇതുണ്ടെന്ന് കാണിച്ചല്ലേ. ചെറിയ പ്രൊമോഷനും പട്ടിഷോയും ഉണ്ട്, വേറെ ശിക്കൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, അതിന്റെ ആവശ്യമില്ലല്ലോ. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ പട്ടിഷോ. അതിനിപ്പോ എന്താ ചേട്ടൻ മനുഷ്യൻ ഞാൻ പറഞ്ഞ എന്റെ ചേട്ടനായിട്ട് ഞാൻ പറഞ്ഞ അതാണ്. പക്ഷെ നീ നീ എന്ത് പറയേണ്ട ആവശ്യം അതെല്ലാം പറയാം. പട്ടിഷോയാണ്. കണ്ട പട്ടിഷോയാണ്. ഫോൺ പറയും പട്ടിഷോ. ഇപ്പൊ എല്ലാവർക്കും വായിക്കാടാ. എന്റെ ഫോണിന്റെ കാര്യം ഞാൻ നിന്റെ ചേട്ടന്റെ ഫോണാണ് പറഞ്ഞത്. അതൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഇത് പാവം ഫോണാണ്. അവന്റെ ഇരിക്കണത് വെച്ച് നോക്കണമെങ്കിൽ എന്റെ ഫോൺ പാവം ഫോൺ. അപ്ഡേറ്റ് ഒക്കെ ഇനി അപ്പം ഞാൻ കാണിച്ചു തരാൻ പോണ സാധനമാണ് നമ്മള് സ്ട്രെസ് ബസ്റ്റർ. നമുക്ക് ഈ സ്ട്രെസ്സൊക്കെ വരുമ്പോഴും പിന്നെ പഠിച്ച് തലയിൽ കയറി നമുക്ക് പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോഴും ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇവനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു കാലവും പഠിക്കൂല, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ പനി വരും. ചുമ്മാ പനി വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയണം. അങ്ങനെ പനി ജയിക്കാന്നല്ല പറയണ, ഒരു ഹോപ്പ് വെക്കാമല്ലോ. അങ്ങനെ ഹോപ്പും ഇല്ല എന്നാലും. അങ്ങനെ നമ്മള് എന്തോന്ന് നമുക്ക് ഈ സ്ട്രെസ്സൊക്കെ വന്ന് ഫോണിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ പറഞ്ഞ സ്ഥലോട് കണ്ടണേ. നമ്മളിവിടെ വന്നിട്ട് ചുമ്മാ വണ്ടി പോണ നോക്കിക്കൊണ്ടിരിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. നല്ല രസമാണ് നോക്കിക്കൊണ്ടിരിക്കുക. വേറെ കുറെ നേരം നോക്കി വല്ലതൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല. ഹോസ്റ്റലിലുള്ളവന്മാരെ അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ പോകുമ്പോൾ ചില കിടില വണ്ടി പോകും, പറന്ന് കുറെ വണ്ടികൾ പോകണ കാണാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ, അതൊക്കെ കണ്ടോണ്ടിരിക്കും. അപ്പൊ ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ജീവിച്ചു പോകണമെന്നല്ല, ചുമ്മാ വണ്ടി പോകുന്നതുകൊണ്ട് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് സമയം പോകും. അത്രേ ഉള്ളൂ. നമുക്ക് ഈ വിഷമോ അല്ലെങ്കിൽ എന്തോന്ന് തലയിൽ കയറി പുണ്ണായിരിക്കുമ്പോഴത്തേക്കും വന്ന് നിൽക്കുന്നേ ഉള്ളൂ. എല്ലാ പരീക്ഷ കഴിയുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടപ്പോൾ ഞാൻ തീരുമാനിക്കും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, പഠിക്കണമെന്ന് ചോദിക്കൂല. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗിങ് ചാനൽ തുടങ്ങിയത്. അങ്ങനെയല്ല ഉദ്ദേശിച്ച, നമ്മൾ പഠിക്കണ ക്വസ്റ്റ്യൻ ഒന്നും അല്ല അവർ ചോദിക്കണം. അങ്ങനെ അപ്പൊ ഒരു വിഷമം തോന്നും, സങ്കടം തോന്നും. ഇങ്ങനെയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ എത്തുമെന്ന് സത്യം. നമ്മൾ +1 +2 പിന്നെ 10ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരി കൊണ്ട് ഗണിത. അവളാണ് എന്റെ പൊண்ணു നമ്മുടെ ക്ലാസ്സിൽ സത്യം നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും വലിയ പഠിപ്പിയാണ്. നമ്മൾ അവളെ കടത്തി വെട്ടിയിരുന്നു. അതൊക്കെ ചുമ്മാ പറയണം. അവളിപ്പോ മിക്കവാറും നമ്മളെ കടിയൊക്കെ പഠിക്കും, അത് വേറെ കാര്യം. പിന്നെന്തോന്ന് എന്ന് വെച്ചാൽ അവളെ ഭയങ്കര ബുദ്ധിയാണ്. നമ്മൾക്ക് അവളൊന്നും എത്താൻ പോലും പറ്റൂല. അപ്പം അവളെ നമ്മൾ ഈ പഠിപ്പ് വെച്ച് നോക്കണമെങ്കിൽ നമ്മൾ പലവട്ടം പറയുന്നുണ്ട് നമുക്ക് അവളെ കൂടെ പിടിക്കരുതെന്ന്. ആണല്ലേ? അതാണ് ഏതൊരു മോഡിഫൈഡ് ആയി കണ്ട ഇതാണ് നമ്മുടെ പരിപാടി. എന്ന് വെച്ചാൽ ഇവിടെ നിന്റെ വണ്ടി പോകണം നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ വ്ളോഗ് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ റോഡ് നോക്കിക്കൊണ്ടിരിക്കാത്ത. പിന്നെ തോന്നുന്നു അങ്ങനെ ഓരോന്ന് കാണിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് ഇതുവരെ വന്നത്. അത്രേ ഉള്ളൂ. തെറ്റാ. ഞാൻ ഹോസ്പിറ്റലിലെത്തി. പക്ഷെ ഒരു പ്രശ്നം പറ്റി. എന്താന്ന് വെച്ചാൽ വണ്ടി താക്കോലുണ്ട്, അവിടെയും ഇല്ല, അതാണ്ട് ഇവിടെയും ഇല്ല. വണ്ടി താക്കോലാണ്ട് ഇതിനകത്തായിപ്പോയി. എനിക്ക് എന്തിനു ചെയ്യണമെന്നൊരു പിടുത്തവും ഇല്ല. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഇതൊരു 25 കിലോമീറ്റർ ദൂരെയാണ്. എനിക്ക് ഇതൊരു പിടുത്തവും ഇല്ല. താക്കോല് വണ്ടിക്കകത്തായിപ്പോയി. എനിക്ക് എന്തിനാണ് പറഞ്ഞുകൂടാ. ഇനി എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിട്ട് സ്പെയർ കീ എല്ലാം കൊണ്ടുവരാൻ പറയണം, അല്ലെങ്കിൽ തുറക്കാൻ വല്ല വഴിയുണ്ടെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. എന്തായാലും ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ വിളിച്ച് പറയട്ടെ. ഇനി അമ്മ എന്തിനു പറയണമെന്ന് എനിക്കറിയൂടെ. അമ്മയെ അച്ഛനെ ആരെങ്കിലും വിളിച്ച് പറയാം. ഇനി ആരെങ്കിലും കൊടുത്തു വിടുമെന്നോ എന്തെങ്കിലും നോക്കട്ടെ. ഇല്ലാതെ എനിക്കൊരു പിടുത്തവും ഇല്ല. ഞാൻ അകത്ത് വെച്ച് എന്ത് പൊട്ടനാണെന്തോ അകത്ത് വെച്ച് ഞാൻ അടച്ച്. ഞാൻ നോക്കട്ടെ കേട്ടോ, എന്തെങ്കിലും വഴി ഒപ്പിച്ചിട്ട് വരാം. ഞാൻ അങ്ങനെ പല്ലാശുപത്രിയിൽ എത്തി. എന്നിട്ട് ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു കേട്ടോ. അമ്മയെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് അമ്മ മുതുക്കുമാടി ചിരിച്ചിട്ടാണെങ്കിൽ ഈ പൊട്ടം തന്നെ എന്നും പറഞ്ഞ് ചിരിച്ച് മൂത്തോ കോമഡിയുണ്ട്. ഞാൻ വെച്ചാൽ അമ്മയിരുന്ന് വഴക്കിട്ടോന്നാണ് ചോദിച്ചത്. പക്ഷേ അമ്മ ചിരിക്കുകയാണ്. പിന്നെ തോന്നുന്നു പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അഭിദേവ്. അവൻ്റെ അടുത്ത് എൻ്റെ സ്പെയർ കീ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അവൻ നെടുമങ്ങാട് പറഞ്ഞിട്ടുണ്ട്. നെടുമങ്ങാട് കുറച്ച് ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട്. ഇത് നിങ്ങൾ കാണാൻ ആർക്കെങ്കിലും നെടുമങ്ങാട് എവിടെ നിന്ന് അറിയാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. എല്ലാം പറയുന്നേ ഉള്ളൂ.
അവൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു എൻ്റെ സ്പെയർ കീ ഇല്ലായിരുന്നെങ്കിൽ തരുന്നു അവനെ. അപ്പോൾ അത്രയോട് ഞാൻ പല്ലിലെ കമ്പി ഇളക്കിയിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഇന്ന് ഇളക്കുമെന്ന് എനിക്കറിയില്ല, ഇളക്കുമെന്നാണ് അന്ന് പറഞ്ഞത്. ഇന്ന് ഇളക്കണം, എനിക്ക് വയ്യ ഇട്ടിട്ട് മടുത്ത്. അപ്പോൾ ഓക്കെ അത് കമ്പി കാണിച്ചു തരാം. അപ്പം ഞാൻ പോയിട്ട് തിരിച്ചു വന്ന് അവരെന്നെ ചതിച്ചതാണ്. കാരണം ഇപ്പോഴും കടവുണ്ട്. അവർ പറഞ്ഞ് അടുത്ത മാസം 2-ാം തീയതി വരാം, അപ്പം നമുക്ക് ഊരാം, എന്നിട്ട് എന്തോന്നും മറ്റേ ഒരു ട്രാൻസ്പെറൻറ്റ് ക്ലിപ്പുള്ള സാധനം ഉണ്ട്, അതെടുത്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞു. എന്തോ ഇനി അടുത്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഒരു പിടുത്തമില്ല, എനിക്ക് വയ്യ, ഞാൻ മടുത്ത് ഈ സാധനം ഇട്ടിട്ട്. പിന്നെ ഞാൻ ഇപ്പോൾ വണ്ടിപ്പുറത്തിരിപ്പുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വരണുണ്ട്, അഭിദേവില്ലേ, അപ്പം അവൻ വരുന്നോണ്ട് അവൻ്റെ ഒരു കീ കൊടുത്ത് വിടാമെന്നും പറഞ്ഞിരിപ്പുണ്ട്. പക്ഷെ എന്തൊരവസ്ഥയാണ്, എവിടെ ഇരുന്നിട്ടൊരു അരമണിക്കൂറോളമായി. ഇനി അവൻ വരും വരെ കാത്തിരിക്കണം. എപ്പോൾ വരുമെന്തോ. എൻ്റെ വീടിൽ നിന്ന് എന്തായാലും നല്ല ദൂരം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കാത്തിരിക്കണുണ്ട്. പോട്ടം തന്നെ, എന്തിനും മണ്ടത്തരമാണെന്ന് ഞാൻ കാണിച്ചത്. എന്തെങ്കിലും അവൻ അവൻ വരുമ്പോഴത്തേക്ക് അവനെ കാണിച്ചു തരും. തെറ്റേ അങ്ങനെ അവൻ വരുമ്പോൾ ഞാൻ കാത്തൊന്നും ഇരിക്കാതൊന്നുമില്ല. അപ്പം അവൻ വന്നപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കാൻ സത്യം പറയാൻ വിട്ടു. അതുമല്ല, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എത്തിയിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് മനസ്സിലാക്കണം, അയ്യോ ഫാൻ എടുക്കണം, നോയ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ ഫാൻ ഓഫ് ചെയ്ത എന്തോന്നു. വീടെത്തിയപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിപ്പോഴാണ് ഓർക്കണം എന്തോന്ന്, ഞാൻ ഔട്ട്റോ എടുക്കാൻ മറന്നു. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്തോ, കമൻറ്റ് കയറി തെറി വിളിക്കില്ലേ, ബാക്കിയെല്ലാം ചെയ്തോ. അപ്പോൾ ഓക്കെ, ഞാൻ എന്തോന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിന് ഇരക്കാൻ പോകണം, അത് ബാംഗ്ലൂർ ചിരക്കാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ വിളിച്ചിട്ടുണ്ട്. അത് വയ്ക്കുന്നത്. ഓക്കെ, ടാറ്റാ.